കേരളത്തിൽ റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. തൃശ്ശൂരിൽ കോടികൾ മുടക്കി നവീകരിച്ച റോഡരികിൽ അപകടം വാവിളർന്ന് കിടക്കുകയാണ്. നുലഞ്ഞാൽ 1.5 അടി താഴ്ചയിലേക്ക് എന്നതാണ് കുറുക്കഞ്ചേരി കുറുപ്പം റോഡിൽ യാത്ര ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അമ്പേ തകർന്ന റോഡ്. ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് ആ റോഡൊന്ന് നവീകരിച്ചത്. പക്ഷെ നവീകരണം സമ്മാനിച്ചതാകട്ടെ ജീവൻ അപഹരിക്കുന്ന അപകടക്കെണിയും. സെപ്റ്റംബറിലാണ് കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. പണി പൂർത്തിയായ 1-ാം ഘട്ടം കൂർക്കഞ്ചേരി മുതൽ മെട്രോ ജംഗ്ഷൻ വരെ കഴിഞ്ഞ ദിവസം തുറന്നു നൽകി. ഈ ഭാഗത്തെ റോഡരികാണ് നിരപ്പിൽ നിന്ന് ഉയർത്താത്തതിനാൽ ഇപ്പോൾ അപകടക്കെണിയായി മാറിയത്. പഴയ റോഡിനേക്കാൾ 1.5 മുതൽ 2 അടി വരെയാണ് ഈ റോഡ് ഉയർത്തിയത്. 7 മീറ്റർ വീതിയുള്ള റോഡിലൂടെ 2 വലിയ വാഹനങ്ങൾ വന്നാൽ പരസ്പരം വഴിമാറാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഴമേറിയ റോഡരികിലേക്ക് വീഴുമെന്ന ആശങ്കയിലാണ് വാഹനം ഓടിക്കുന്നവർ. ഇരുചക്ര വാഹന യാത്രക്കാരും ഭയന്നാണ് യാത്ര ചെയ്യുന്നത്. ഓവുചാലും റോഡും തമ്മിലും ഇതേ വ്യത്യാസമാണ്. നിലവിൽ പണി പൂർത്തിയായ ഭാഗത്ത് പഴക്കമേറിയ കോൺക്രീറ്റ് ചെയ്ത നിരത്തുണ്ട്. എന്നാൽ ഇതിനു മുകളിലാണ് റോഡ് ടാർ ചെയ്തത്. ഈ ഭാഗം നീക്കം ചെയ്യാതെ അതിനു മുകളിൽ പുതിയ കോൺക്രീറ്റ് ചെയ്തതാണ് റോഡിന്റെ ഉയരം വർദ്ധിക്കാൻ ഇടയാക്കിയത്. റോഡ് കോൺക്രീറ്റ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ സൈഡിൽ കാണുന്ന ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റാണ് പ്രശ്നം. ഏത് സമയവും 2 വീലറും മറ്റുള്ള വാഹനങ്ങളും സൈഡിലോട്ട് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഈ ലെവലിൽ ഇവിടം വരെ ഈ ലെവലിൽ പൊക്കണം, ഇല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. ഓവുചാൽ റോഡിന്റെ നിരപ്പിൽ ഉയർത്തിയ ശേഷം പാർശ്വഭാഗം നന്നാക്കി റോഡ് തുറന്നു കൊടുക്കേണ്ടിയതിനു പകരം തിരക്കിട്ട് കോർപ്പറേഷൻ തുറന്നു കൊടുത്തതിൽ യാത്രക്കാരും പ്രതിപക്ഷവും വിയോജിപ്പുമായി രംഗത്തെത്തി. 3 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തിയാക്കുമെന്നതായിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ പ്രഖ്യാപനം. ഫെബ്രുവരി മാസത്തിൽ 2-ാം ഘട്ടവും മാർച്ച് അവസാനത്തോടെ 3-ാം ഘട്ടവും. പക്ഷേ അതുവരെ ഇവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾക്ക് മാത്രം എന്തു പരിഹാരമെന്നതിൽ ഉത്തരമില്ല. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. റോഡ് ഇത് ഈ ഫുട്പാത്ത് ഉയർത്താത്തോളം കാലം അപകടമാണ്. ഫുട്പാത്ത് ഇട്ടില്ല, അത് അതിനെക്കാളും ഒരു 4 ഇഞ്ചെങ്കിലും പൊങ്ങി നിൽക്കണം. വള്ളി തട്ടും കയറി മറയും. ഇതൊന്ന് ശരിയാക്കണം. നമ്മൾ ഇതിലേ വരുമ്പോണ്ട് മൂക്ക് കുത്തി ഇതിലേ വീണ കാലും കയ്യും ഞങ്ങളുടെ പോവും. അത്രയ്ക്കുള്ളോ. ഞങ്ങൾക്ക് കിടക്കണ്ടില്ലേ വണ്ടികൾ പോണത്. നിർത്തില്ല, എത്ര നേരം നിൽക്കണം എന്നറിയോ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രവിയാണ് ചില പരാതികൾ, ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ചേരുന്നത്. രവി, നമസ്കാരം. എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പഞ്ചായത്ത് റോഡാണ്. 2017 ഈ റോഡ് ശരിയാക്കിയതാണ്. എവിടെയാണ്? കൊടുങ്ങല്ലൂർ റൂട്ട് മാള. ആ റൂട്ടില് തന്നെ ഒരു അത്തിക്കടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കൊയ്യ പഞ്ചായത്ത്. ആ റോഡ് പൊളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ 2017 ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പൊ പകുതി മഴ പെയ്തൊക്കെ കംപ്ലീറ്റ് ചരല് മെയിൻ റോഡിലേക്ക് വരും. മെയിൻ റോഡിലേക്ക് വരുമ്പോ കംപ്ലീറ്റ് സാധനം ആൾക്കാരോട് ഇടിഞ്ഞു പിടിഞ്ഞ് 2 വീലർക്കാരോ കാറുകാരോട് ഒക്കെ ഇടിഞ്ഞു പിടിഞ്ഞ് റോഡിലേക്ക് പോരണേ. കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ് ഇത്. ഉറപ്പായി നമുക്കത് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കൊടുങ്ങല്ലൂർ മാള റൂട്ടിൽ ഒരു പഞ്ചായത്ത് റോഡ് തകർന്നു കിടക്കുകയാണ്. വലിയ അപകടം അവിടെ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉറപ്പായും നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് റിപ്പോർട്ടായി ഒരിക്കൽ അവതരിപ്പിക്കുകയും ചെയ്യാം. ആ ഘട്ടത്തിൽ നമുക്ക് നോക്കാം അതിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയുമോ. റോഡുകളുടെ കാര്യം സൂചിപ്പിച്ച് പലരും പല മേഖലയിലെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജോയി പറയുകയാണ്, കുറുക്കഞ്ചേരി റോഡ് വലിയ അപകടത്തിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കോൺക്രീറ്റിനടിയിൽ അത് പൊട്ടിച്ചു മാറ്റണം എന്ന് അദ്ദേഹം പറയുകയാണ്. KSEBക്കെതിരെ കൺസ്യൂമർ കോർട്ടിന് പരാതി നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഏത് വിഷയത്തിലാണെന്നറിയില്ല, സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ റോഡ് നന്നായി കിടന്നാലും അപകടം ഉണ്ടാവും, റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നാലും അപകടം ഉണ്ടാവും. അപ്പോൾ വാഹനം ഓടിക്കുന്നവരല്ലേ കുറ്റക്കാരെന്ന് അനോരെ ആണ് ചോദിക്കുന്നത്. വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്തും ചിലപ്പോൾ പ്രശ്നമുണ്ടാകാം, റോഡും പ്രശ്നമുണ്ട്. പലതരത്തിലാണല്ലോ റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ. അപ്പോൾ
അതെല്ലാം ഒഴിവാക്കണം. സുരക്ഷിത യാത്രയാണ് പ്രധാനം.